ഹായ് ഗെയ്സ്, ഞങ്ങൾ ചക്ക അടത്താൻ പോവുകയാണ്. അതായത് ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ചക്ക. അതുകൊണ്ട് ചക്ക അടത്താൻ വേണം. അവിടെ ചുമ്മാതെന്നൊക്കെ പറയുന്നുണ്ട്, വെറുതെയാണ്. ചക്ക എന്ന് പറഞ്ഞാൽ കമ്മന്നടിച്ച് വീഴുന്നവളാണ് ആ ഇരിക്കുന്നത്. ഗെയ്സ്, ഇനി നമ്മൾ ഈ തോട്ട വെച്ചാണ് നമ്മൾ ചക്ക അടത്താൻ പോകുന്നത്. അതായത് ചക്കയുടെ ഈ തോട്ടയുടെ അറ്റത്തായിട്ട് നമ്മൾ ഇരുമ്പ് കെട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരിയാണ് ഇത് കെട്ടാൻ പോകുന്നത്. അവർക്ക് സഹിക്കുന്നില്ല, ചക്ക എത്രയും പെട്ടെന്ന് നടത്താനുള്ള ധൃതിയിലാണ് അവള്. ഓക്കെ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ തോട്ടയിലേക്ക് നമ്മൾ ഇരുമ്പ് കെട്ടുകയാണ്. ചക്ക അടത്താനുള്ള പരിപാടിയാണ്. പുള്ളിക്കാരിയാണ് ഇത് ഓപ്പറേറ്റിംഗ് ചെയ്യുന്നത്. കണ്ടോ, അവർക്ക് നാണം വരുന്നെന്ന് തോന്നുന്നു ഗെയ്സ്. ചുമ്മാതാണ്. ഇവള് ഇരുമ്പ് കെട്ടിയാ പിന്നെ അത് ആന പിടിച്ചാലും ഇളകത്തില്ല എന്നുള്ള ഒരു രീതിയാണ്. ഇത് മാറ്റണ്ടേ, ഈ കമ്പ് മാറ്റ്. ഇതോ അമ്മയും മോനും കൂടെ കെട്ടാൻ വേണ്ടി നൈസിന് ഞാൻ കെട്ടിയാൽ കഴിയത്തില്ലെന്ന് പറഞ്ഞ് എന്റെ മണ്ടലങ്ങ് വെക്കും. അപ്പൊ പിന്നെ അവർക്ക് കെട്ടണ്ടല്ലോ. എങ്ങനെ ഇരിക്കുന്നു? സത്യമാ, കള്ളത്തിലോടെ അമ്മയും പറയും പാറ് കെട്ടിയാലേ ഉറക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഉറക്കത്തില്ല. ഏട്ടനും പറയത് ഉടായി പരിപാടി എല്ലാവരും ഞങ്ങൾ ഇരുമ്പ് കെട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇല്ല കെട്ടിയില്ലേ? ഒന്നും കൂടെ ഉണ്ട്, ഒരു അരി ചക്ക അടത്തുമ്പോ ഇത് ഊരി പോവോ? അതിന് ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒന്നും കൂടി കെട്ടണം. ഈ പ്ലാവിലെ ചക്കയാണ് നമ്മൾ അടത്താൻ പോകുന്നത്. അതുകൊണ്ട് ആ കാണുന്ന ചക്കയാണ് നമ്മൾ അടത്താൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ആ കിടക്കുന്ന ചക്കയാണ് നമ്മൾ അടത്താൻ പോകുന്നത്. ഇത് ഏത് ചക്ക അടത്തണ്ടേ ഒന്നും അറിയാൻ വയ്യല്ലോ. ഗെയ്സ്, ഇതിലേതെങ്കിലും നമ്മളൊക്കെ കടത്താം. ഓക്കെ, എല്ലാം വിളഞ്ഞതാന്ന് തോന്നുന്നു. ഓക്കെ ഗെയ്സ്, അടത്താൻ പോകണതാണ്. തോട്ടം വന്നിരിക്കുന്നു ഗെയ്സ്. ഇതാണ്ട് ആളെത്തിയിരിക്കുന്നു. കമോൺ കമോൺ, കണ്ടോ? കമോൺ. ഇത് വെറും ഷോയാണ് ഗെയ്സ്. ഇവിടെ നടത്തുന്ന ലക്ഷണമില്ല. ഇത് ഞാൻ തന്നെ നടത്തേണ്ട വരുമെന്നാണ് തോന്നുന്നത്. കമോൺ. ആ കാണുന്ന ഏതെങ്കിലും ഒരു ചക്ക അടത്തിയരെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചക്ക അടത്താൻ പോവാണ് ഗെയ്സ്. ചക്ക ഇപ്പോൾ കുത്തിയിടുന്നതായിരിക്കും. കമോൺ. ഇന്നെങ്ങാനും വീഴുവോ? ഗെയ്സ്, വീണു ഗെയ്സ്. അയ്യോ, ചക്ക പോയി ഗെയ്സ്. കമോൺ ഗെയ്സ്, ദോണ്ട് ചക്ക. അയ്യോ അയ്യോ അയ്യോ, വീണു ഗെയ്സ്. ഞാൻ മറിഞ്ഞു വീണു ഗെയ്സ്. അയ്യോ, വീണു ഗെയ്സ്. അങ്ങനെ നമ്മുടെ ചക്ക കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചക്ക. ഈ ചക്കയാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഏട്ടാ ചക്ക വെട്ടാൻ പോവാണ് കേട്ടോ. ഓക്കെ, രണ്ടാക്കി വിളഞ്ഞാണ് കേട്ടാ, കൂഴച്ചക്ക കേട്ടോ. ഞങ്ങൾ ഈ ചക്ക വെച്ചാണ് ഞങ്ങൾ ഇവിടെ ചക്കയപ്പം ഉണ്ടാക്കുന്നത് സ്ഥിരമായിട്ട്. കൊള്ളാം കേട്ടാ, എനിക്കൊന്നും അവിടെ ഇഷ്ടോ. ഒരു പീസ് സൂപ്പർ. നമ്മുടെ ചക്കയപ്പം എല്ലാം വിളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ എല്ലാം പഴുത്തു. സന്നായിരുന്നങ്ങ് തിന്നുമോ എടുത്ത് വെച്ച് ഒരെണ്ണം തന്നു നോക്ക്. ഇഷ്ടാ, ഒരു പീസ് അതും തിന്ന്. കറക്റ്റ് ഫ്രണ്ട്സ്, കറക്റ്റ് ആയിരുന്നു. എനിക്ക് ചക്ക തരാത്തോട്ടല്ലയോ, എനിക്ക് ചക്ക തന്നായിരുന്നു അറിയാമോ? ഇല്ല, ചക്ക വെട്ടാന്ന് പറയത്തില്ല, ഇടിച്ചു കണ്ട് വിറക് വെട്ടുന്ന പോലെ വെട്ടുവാ. എന്തുവാ ഇത്? ദൂരാൻ പറ്റുന്നില്ലല്ലോ ഗെയ്സ്. എന്റെ അമ്മേ. പടയപ്പ പടേ. എങ്ങനെ വെച്ചൊക്കെ രണ്ടായിക്ക് മധുരം ഉണ്ടോ കേട്ടാ? നല്ല വിളഞ്ഞോ ആണോ? അമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ചക്ക അടുപ്പിലായനെ. നമ്മള് പെട്ടെളുപ്പം. ഓക്കെ, വീഡിയോ എടുക്കുന്നത് എന്തായാലും എനിക്ക് കാര്യമായി ഫ്രണ്ട്സ്. അതുകൊണ്ട് കുറച്ച് നേരം എനിക്ക് റെസ്റ്റ് ആണ് കേട്ടോ. കയ്യിലരക്കായ ഫോൺ പിടിക്കാനൊക്കൂലല്ലോ. അപ്പോൾ അമ്മ വരും വരെ എനിക്ക് റെസ്റ്റ്. അമ്മ വന്നാൽ ഞാൻ അമ്മയോട് അരിയാൻ കൂടും കേട്ടോ. അപ്പം നമ്മുടെ ചക്ക ഒരുവിധം പറക്കി വെച്ചു. ചക്ക മൊത്തം ഇവിടെ തിന്നെയാണ്.
ഉണ്ടോ മൊത്തം ചക്കയും തിന്നെയാണ്. എനിക്ക് വേവിക്കാൻ ചക്ക കിട്ടുമെന്ന് അറിയില്ല ഫ്രണ്ട്സ്. ഞാൻ തിന്നതിന്റെ ബാക്കി വേവിച്ചാൽ ഇത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഇത്രക്ക് ദുഷ്ടയാണോ നീ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് വേവിച്ച ചക്ക വേണ്ടേ? ഇച്ചിരി ഉണ്ടല്ലോ, നീ മാത്രം തിന്നാ മതി. ഇത്ര എന്ത് വാങ്ങി? എനിക്ക് വേവിച്ച വേണ്ട, ഞാൻ പച്ച ചെയ്യുന്നോളാം. വേവിക്കാൻ ചക്ക വേണ്ടേ? നീ എല്ലാം തിന്ന് തീർത്താ പിന്നെ വേവിക്കാൻ എവിടെ ചക്ക കിട്ടുന്നേ? ഇത്ര ഇരിപ്പുണ്ടല്ലോ, നമുക്ക് ചക്ക കൂടെ നടത്താം. എങ്ങനെ ഇരിക്കുന്നു? നമ്മക്ക് കഴിക്കാനുള്ള നമ്മൾ കഴിക്കണം. വിശക്കുന്നു, വിശപ്പും വിശന്നാലും വിശന്നില്ലേലും നീ ചക്ക മൊത്തം തിന്നും. പച്ചച്ചക്ക ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ തിന്നുന്നത്. എനിക്ക് വേണ്ട. കൊണ്ടാടി സൂപ്പർ. ചക്ക മുതലാളി വന്നിരിക്കുന്നു ഫ്രണ്ട്സ്. കമോൺ കമോൺ. ഇത് ഞങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു. ഇനി ചക്ക പെട്ടെന്ന് അടുപ്പിൽ കയറും ഫ്രണ്ട്സ്. എനിക്ക് പെട്ടെന്ന് ചക്ക കഴിക്കാം. എവിടെ കാണുന്നില്ലല്ലോ, പോയോ? അങ്ങനെ അമ്മ വരികയാണ്. എന്തോ അമ്മ കൈയിരിക്കുന്നേ? ചക്കയോ? നോക്കട്ടെ. എവിടെ? അമ്മ തൊഴിലുറപ്പിന് പോയതാണോ ചക്ക പറിക്കാൻ പോയതാണോ? പക്ഷെ ചക്ക വറക്കാനും വിറക് വെട്ടാനും ചീനി മുഴാനും ഇതൊക്കെയാ അവരെ പരിപാടി. നീ അരിയടി ഞാൻ പറക്കാം. എങ്ങനെ ഇരിക്കുന്നു? പെട്ടെന്നാട്ടെ. എന്തോ വേണ്ടേ? ചരുവ നമുക്ക് ഞാൻ അരി അമ്മ പറക്കിടും. ചരുവോ? പെട്ടെന്ന് തീരും. ആ ചരുവോ ചരുവോ. പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ട്. എങ്ങനെ രക്ഷപ്പെട്ടു കേട്ടോ. കൂണ് വെച്ചമ്മ, കൂണ്. അമ്മ പയറെന്താണ് എന്നോട് പറയാൻ അടപ്പ വെച്ചിട്ട് ഞാനത് അവളെയും വിട്ട് പാടിപ്പോയി. ഇവ എഴുന്നേറ്റ് പിന്നെ ഇവന് ഫുഡൊക്കെ കൊടുത്ത് ഗ്യാസ് വെച്ച് തന്നെ പെട്ടെന്ന് നോക്കത്തില്ല. പറഞ്ഞിട്ട് പോയിരുന്നെങ്കിലേ. അങ്ങനെ നമ്മുടെ ചക്കയുടെ അംഗം കഴിഞ്ഞു. ഇനി നമുക്കിതിനെ അടുപ്പിലാക്കണം. നമ്മളിവിടെ ചട്ടിക്കലത്തിലാട്ടോ ചക്ക വേവിക്കുന്നത്. കാന്താരി മുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് നമ്മൾ കല്ലിലരച്ചാട്ടോ ചക്ക വേവിക്കുന്നത്. അത് നമ്മൾ അടുപ്പിലേ വെക്കത്തുള്ളൂ. പണ്ട് പറയുന്ന അടുപ്പിൽ വെക്കുമ്പോഴുള്ള ടേസ്റ്റ് നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോഴുള്ള ടേസ്റ്റ് രണ്ടല്ലേ. നിങ്ങൾക്ക് എങ്ങനെ വെക്കുന്നേ ഫ്രണ്ട്സ്? ഇഷ്ടം കമന്റ് ചെയ്യണേ. അമ്മ കണ്ട കല്ല് കഴുകുകയാണ്. ചക്ക കരയ്ക്കാനുള്ള പരിപാടിയിലാണ് അമ്മ. ഓക്കെ, അരകല്ല് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അതാണ്ട് ഗെയ്സ്. അരക്കുന്ന പരിപാടി നമുക്കില്ല കേട്ടോ. നെറ്റെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ചക്കയ്ക്ക് അരച്ചോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ചക്കയ്ക്ക് അരയ്ക്കല്ല ചതച്ചെടുക്കുകയെന്ന് പറയും. നിങ്ങളെങ്ങനെ പറയുന്ന അറിയത്തില്ല. നമ്മൾ മിക്സിയിലൊക്കെ അടിച്ച് വരുമ്പോൾ തോരനരയ്ക്കുന്നവരൊക്കെ ആയിപ്പോയി. ഇപ്പം കല്ലിൽ ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അങ്ങനെ ചക്കയ്ക്ക് അരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചക്കയിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അടുപ്പിലോട്ട് വെക്കണം. അപ്പോൾ 2 ആവി കഴിയുമ്പോൾ നമ്മുടെ ചക്ക റെഡിയാവും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അത് അടുപ്പിലോട്ട് വെച്ചു. ഇന്ന് അടച്ച് വെച്ചേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇളക്കത്തുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചക്ക റെഡി ആയെന്ന് തോന്നുന്നു. ചക്ക കണ്ടത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അമ്മയാണ് ഓപ്പൺ ചെയ്യാൻ വന്നത്. ഈ കയ്യിലിരിക്കുന്ന എന്തോ അമ്മേ? ഇതെന്തോ അമ്മ കൈ? തുടുപ്പോ? തുടുപ്പ് കൊണ്ടാ ഇളക്കുന്ന ചക്ക. ഓ ശരി, ഓക്കെ ഓക്കെ. ഓ ചക്ക റെഡി ആയിരിക്കുന്നു ഗെയ്സ്. വാവ് സൂപ്പർ. അങ്ങനെ ഞങ്ങളുടെ ചക്ക റെഡി ആയിരിക്കുന്നു. ഉഷാകുമാരിയുടെ ചക്കയിളക്ക് എങ്ങനെയുണ്ട് ഗെയ്സ്? അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ചൂട് ചക്ക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാനും കാശിക്കുട്ടനും ഏട്ടനും ഉള്ളൂ. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് വന്നതാണ്, അമ്മ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറികൾ മാങ്ങാപ്പുളി, ചക്ക, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ മുളക് വറുത്തത്, മുളക് ഉടച്ചത്, പയറ് വെഴുക്കോട്ടി, കൂണ് തോരൻ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കും. നമ്മൾ ആദ്യം തന്നെ കാശിക്കുട്ടൻ അങ്ങ് ചോറ് കൊടുത്തു കേട്ടോ. അവൻ എപ്പോഴേ എന്നോട് പറയുന്നു വിശക്കുന്നു അമ്മയെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേ ബായ്.